നമസ്കാരം. എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ 2023 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. MS സ്വാമിനാഥൻ അല്ലെ MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. സ്വാമിനാഥൻ അന്തരിച്ചു. സ്വാമിനാഥൻ അന്തരിച്ചു. എന്നാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്? സ്വാമിനാഥൻ അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 28-നാണ്. പോയിന്റ് ഓർത്തോണം, 2023 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. 2023 സെപ്റ്റംബർ 28. ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. പേര് കിട്ടി, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഇദ്ദേഹം ജനിക്കുന്നത് തമിഴ്നാട്ടിലാണ് ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണം ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണം. MS സ്വാമിനാഥനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം ഒരു വാക്കിന്റെ ഉപജ്ഞാതാവാണ്. ആ വാക്കാണ് നിത്യഹരിത വിപ്ലവം. നിത്യഹരിത വിപ്ലവം. നിത്യഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് MS സ്വാമിനാഥനാണ്. ശ്രദ്ധിക്കണം, ഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് വില്യം ഗൗഡ് ആണ്. നിത്യഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് MS സ്വാമിനാഥൻ. നിത്യഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ഗൗഡ് ആണ്. ഓക്കെ, ഇനി തിരിച്ചു വരാം. MS സ്വാമിനാഥൻ, അതായത് ഒന്നാം ഘട്ട ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ 1960 മുതൽ 1970 വരെ ഒന്നാം ഘട്ട ഹരിത വിപ്ലവവും, രണ്ടാം ഘട്ട ഹരിത വിപ്ലവം 1970 മുതൽ 1980 വരെയാണ് രണ്ടാം ഘട്ട ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടക്കുന്നത്. ഒന്നാം ഘട്ട ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ അത് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. രണ്ടാം ഘട്ടത്തിലാണ് ഇതെല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. അതാണ് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ത്യയെ പട്ടിണി മാറ്റിയ മനുഷ്യനാണ്. അതായത് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ്. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാല് നല്ല വിത്തിനങ്ങൾ, മികച്ച വിത്തിനങ്ങൾ, ഇപ്പം പല കൃഷികൾക്കായാലും മികച്ച വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആധുനിക യന്ത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മഴയെ ആശ്രയിച്ചുള്ള കൃഷിയായിരുന്നു. അപ്പോഴാണ് അവിടെ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ കൂടുതൽ ജലസേചന സൗകര്യങ്ങൾ ലഭിച്ചു, മികച്ച വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കൃഷിയിൽ എന്ത് വർദ്ധിച്ചു? കൃഷിയുടെ ഉൽപാദനം വർദ്ധിച്ചു. അതാണ് ഈ ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് വിശദമായിട്ട് നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് ഹരിത വിപ്ലവം പഠിക്കും. അപ്പൊ ഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ഗൗഡ്, നിത്യഹരിത വിപ്ലവം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് MS സ്വാമിനാഥൻ, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഇനി അടുത്തത് MS സ്വാമിനാഥനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അതായത് ഇന്ത്യയിൽ ഒരു പൗരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം, എന്ന് പറയുന്നത് ഭാരതരത്നയാണ്. ഭാരതരത്ന. രണ്ടാമത്തത്, ഒന്ന് ഭാരതരത്ന, രണ്ടാമത്തത് പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ ശ്രദ്ധിക്കണം. മൂന്നാമത്തതാണ് പത്മഭൂഷൺ. പത്മഭൂഷൺ. നാലാമത്തതാണ് പത്മശ്രീ. പത്മശ്രീ എന്ന് പറയും, പത്മശ്രീ. ഇത് 4ഉം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇത് 4ഉം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ഇദ്ദേഹത്തിന് 2024 ഭാരതരത്നം. 1989 പത്മവിഭൂഷൺ, 1972 പത്മഭൂഷൺ, 1967 പത്മശ്രീ.
ഓക്കെ, ഇത് നാലും കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ആര്? MS സ്വാമിനാഥൻ. ഭാരതരത്നം 2024, പത്മവിഭൂഷൺ 1989, പത്മഭൂഷൺ 1972, പത്മശ്രീ 1967 പുരസ്കാരം ലഭിച്ചു. 1961 ഇദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചു. 1961. 1971 ഇദ്ദേഹത്തിന് ലഭിച്ചത് രമൺ മക്സസെ പുരസ്കാരം ലഭിച്ചു. രമൺ മക്സസെ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, 1971 രമൺ മക്സസെ പുരസ്കാരം ലഭിച്ചു. അടുത്തത് 1991 ഇദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. 1991 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. ഓക്കെ, ഇനി 1986 ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകശാസ്ത്ര പുരസ്കാരം ലഭിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകശാസ്ത്ര പുരസ്കാരം ലഭിച്ചു. 1987 ലോക ഭക്ഷ്യ പുരസ്കാരം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫുഡ് പ്രൈസ്, വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടി. ഫുഡ് പ്രൈസ് കിട്ടി. അപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചെടുക്കുക. അപ്പൊ പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം? ഇത് സെറ്റായിട്ട് പഠിക്കണം. നോക്കിയേ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഭാരതരത്ന. അതായത് പത്മശ്രീ 67, പത്മഭൂഷൺ 72, പത്മഭൂഷൺ 89, ഭാരതരത്ന 2024. അപ്പൊ അത് 4 ഇന്ത്യയിലെ വലിയ 4 പുരസ്കാരങ്ങൾ 67, 72, 89, 2024. അതിനുശേഷം 61, 71, 91 ഓരോ പ്രത്യേകതകൾ. 61, 71, 91, 86, 87 ഓരോ പ്രത്യേകതകൾ. അപ്പൊ മൊത്തം 1, 2, 3, 4, 4, 3, 7, 2 9 വർഷങ്ങൾക്ക് ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം വരാം, ശ്രദ്ധിച്ചു പഠിച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയത്. ഇത്രയും വർഷങ്ങൾ ഓർത്തിരിക്കണം. MS സ്വാമിനാഥൻ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് മില്ലേനിയം പ്രൊജക്ട്. അതിന്റെ അധ്യക്ഷനായിരുന്നു UN-ന്റെ മില്ലേനിയം പ്രൊജക്ടിന്റെ അധ്യക്ഷനും MS സ്വാമിനാഥനായിരുന്നു. MS സ്വാമിനാഥനാണ്. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രൊജക്ട്. UNEP ഫാദർ ഓഫ് എക്കോണമിക് എക്കോളജി. എക്കോണമിക് എക്കോളജിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് MS സ്വാമിനാഥനെയാണ്. UNEP ഫാദർ ഓഫ് എക്കോണമിക് എക്കോളജി, എക്കോണമിക് എക്കോളജിയുടെ പിതാവ് എന്ന് MS സ്വാമിനാഥനെ വിശേഷിപ്പിച്ചു. MS സ്വാമിനാഥൻ റിലേറ്റ് ചെയ്ത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ശ്രദ്ധിച്ചു പഠിക്കുക. അന്താരാഷ്ട്ര ടെന്നീസിലെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് ആദ്യമായിട്ട് ഒരു ഏഷ്യക്കാരനെ തെരഞ്ഞെടുത്തു. ഹാൾ ഓഫ് ഫെയിമിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യത്തെ ഏഷ്യക്കാരനാണ് ലിയാണ്ടർ പേസ്. കൊൽക്കത്തയിൽ ജനിച്ച ലിയാണ്ടർ പേസ്. അപ്പൊ അന്താരാഷ്ട്ര ടെന്നീസിന്റെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരനാണ് ആര്? ലിയാണ്ടർ പേസ്. അടുത്തത് 2024 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് 2018 എന്ന് പറയുന്ന ചിത്രം. 2018 എന്ന് പറയുന്ന ചിത്രം അല്ലെ, നമ്മൾ കണ്ടതാണ് ആ ചിത്രമൊക്കെ. 2018 അല്ലെ, ജൂഡ് ആന്റണിയുടെ ചിത്രമാണ് 2018 എന്ന് പറയുന്ന ചിത്രം അല്ലെ. ടൊവിനോ തോമസ് ഒക്കെ ഉണ്ടല്ലോ. അതെ. അപ്പൊ 2024 96ാമത് പ്രഖ്യാപിക്കാനിരിക്കുന്ന ഓസ്കാർ, 2024 96ാമത്തെ ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് 2018 എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ നെതർലാൻഡിലാണ് ആംസ്റ്റർഡാമിൽ നടക്കുന്ന ഒരു അവാർഡാണ് സെപ്റ്റിമിയസ് അവാർഡ്. ചലച്ചിത്ര മേഖലയിലെ ഒരു പുരസ്കാരമാണ് സെപ്റ്റിമിയസ് അവാർഡ്. അപ്പൊ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നടക്കുന്ന സെപ്റ്റിമിയസ് അവാർഡ്സിലെ മികച്ച ഏഷ്യൻ നടൻ ആരായി തെരഞ്ഞെടുത്തു? സെപ്റ്റിമിയസ് അവാർഡ് 2024 ആംസ്റ്റർഡാമിൽ നടക്കുന്ന സെപ്റ്റിമിയസ് അവാർഡ് 2024 മികച്ച ഏഷ്യൻ നടനാണ് ടൊവിനോ തോമസ്. അപ്പൊ ടൊവിനോ തോമസിനെ അവിടെ മികച്ച ഏഷ്യൻ നടനായി തെരഞ്ഞെടുത്തു. ആദ്യമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു നടൻ, ഇന്ത്യയിൽ നിന്നല്ല, ദക്ഷിണേന്ത്യയിൽ നിന്നൊരു നടന് ഇത് ലഭിക്കുന്നത്. ആദ്യമായി ലഭിക്കുന്നത് ടൊവിനോ തോമസിനാണ്. അടുത്തത് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2024. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയത് സ്വിറ്റ്സർലൻഡ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2024 ഒന്നാമതെത്തിയത് സ്വിറ്റ്സർലൻഡ്, രണ്ടാമതെത്തിയത് സ്വീഡൻ. ഇന്ത്യയുടെ സ്ഥാനം 40.
ഇന്ത്യയുടെ സ്ഥാനം 40. പ്രത്യേകം ഓർത്തോണം, ചോദ്യം വരാൻ കേട്ടോ. ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പറയാറുണ്ട്, ചില ചോദ്യങ്ങൾക്ക് ഞാൻ പറയും ചോദ്യം വരാം. സാധ്യതയുള്ള ഭാഗം ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2023. 1 സ്വിറ്റ്സർലൻഡ്, 2 സ്വീഡൻ, 40 ഇന്ത്യ. അടുത്തത് വിജയപുരം വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം കർണാടകം. സിമ്പിൾ പോയിന്റ് ആണ്. വിജയപുരം വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം കർണാടക. അടുത്തത് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഒരു സൈനിക അഭ്യാസമാണ്. യുദ്ധ അഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഒരു സൈനിക അഭ്യാസമാണ് യുദ്ധ അഭ്യാസം എന്ന് പറയുന്നത്. 2023 യുദ്ധ അഭ്യാസിന്റെ വേദി എവിടെ? 2023 യുദ്ധ അഭ്യാസിന്റെ വേദി എന്ന് പറയുന്നത് 19ാമത്തെ വേദിയാണ് കേട്ടോ. 19ാമത്തെ വേദിയാണ് അലാസ്ക. അമേരിക്കയിലുള്ള അലാസ്കയാണ് വേദിയാവുന്നത്. 19ാമത് യുദ്ധ അഭ്യാസ്, ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം, വേദി അലാസ്ക. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ അത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സിനിമ ഇന്ത്യയുടെ കോവിഡ് കാലത്തെ പോരാട്ടങ്ങളെ കാണിക്കുന്ന ഒരു ചിത്രം അല്ലെ. നമ്മുടെ കോവിഡ് കാലത്തെ നമ്മുടെ പോരാട്ടം നമുക്കറിയാം അല്ലെ. നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടം. ആ ചിത്രത്തിന്റെ പേരാണ് ദ വാക്സിൻ വാർ എന്നാണ് ചിത്രത്തിന്റെ പേര്. ദ വാക്സിൻ വാർ. അത് സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രി. പേരോർത്ത് വെച്ചോണം, വിവേക് അഗ്നിഹോത്രി. വിവേക് അഗ്നിഹോത്രി എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ആളാണ്. നമ്മൾ കാശ്മീരി ഫയൽസ് എന്ന് പറയുന്ന ചിത്രമൊക്കെ സംവിധാനം ചെയ്തത് വിവാദമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കാശ്മീരി ഫയൽസ്. അതൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? വിവേക് അഗ്നിഹോത്രി. അദ്ദേഹത്തിന്റെ ചിത്രമാണ്, സംവിധാനം ചെയ്ത ചിത്രമാണ് ദ വാക്സിൻ വാർ. അടുത്തത് മണിപ്പൂർ കലാപം. വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു മണിപ്പൂർ കലാപം. ഈ മണിപ്പൂർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ IPS ഉദ്യോഗസ്ഥനാണ് രാകേഷ് ബൽവാൽ എന്ന ഉദ്യോഗസ്ഥനാണ് ഇത് അന്വേഷിക്കുന്നത്. പേരോർത്തു വെക്കുക, രാകേഷ് ബൽവാൽ. അടുത്തത് ആദ്യത്തെ വനിതാ സ്റ്റാർട്ടപ്പ് സബ്മിറ്റിന്റെ വേദി എവിടെ? ആദ്യത്തെ വനിതാ സ്റ്റാർട്ടപ്പ് സബ്മിറ്റിന്റെ വേദി കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ സ്റ്റാർട്ടപ്പ് സബ്മിറ്റ് നടക്കുകയാണത് കൊച്ചിയിലാണ് നടക്കുന്നത്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമമായിട്ട് തെരഞ്ഞെടുത്തു. അതാണ് ഗോൾഡൻ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമത്തിനുള്ള ഗോൾഡൻ പുരസ്കാരം നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമമാണ്. കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ട്. കാന്തല്ലൂർ അല്ലെ, ആപ്പിളൊക്കെ വരും. ആപ്പിളൊക്കെ ഉള്ള ഒരു കേരളത്തിലെ സ്ഥലമാണ്. അപ്പൊ കാന്തല്ലൂര്. അപ്പൊ ടൂറിസത്തിന് ഇന്ത്യയിലെ മികച്ച ടൂറിസം ഗ്രാമത്തിനുള്ള ഗോൾഡൻ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമമായിരുന്നു കാന്തല്ലൂര്, ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ 2023 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഭാഗം പൂർത്തിയാവുകയാണ്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന വിചാരത്തോടു കൂടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.